Hi friends, welcome to my channel. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് യുകെയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബീഫ് റോസ്റ്റ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു ബീഫ് റോസ്റ്റ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നായിട്ട് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. ഞാനിവിടെ ഒരു റോഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ മരങ്ങളൊക്കെ ഇല കൊഴിയുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറുള്ള ലീഫുകളായിരുന്നു, അതെല്ലാം തന്നെ ഇപ്പോൾ നല്ല യെല്ലോയും ഓറഞ്ചും കളറൊക്കെ ആയിട്ട് മാറി ഇലയെല്ലാം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുകെയിൽ ഇപ്പോൾ വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എങ്കിലും ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പ് സമയമാണ്. ഇവിടെ നൈറ്റിൽ ടെമ്പറേച്ചർ 2 ഡിഗ്രി ഒക്കെ ആയിരിക്കും. അതുപോലെ ഡേ ടൈമിൽ ഉച്ച സമയത്ത് 6 ഡിഗ്രി ഒക്കെയാണ് യുകെയിലെ ടെമ്പറേച്ചർ. അപ്പോൾ ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് നേരെ കിച്ചണിലേക്ക് പോകാം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഈ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഈ കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചെടുത്തത്, ഇനി 12 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. നമ്മൾക്കിനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബീഫിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് കുക്കർ അടച്ചു വെച്ച് ബീഫ് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിനി ബീഫ് റോസ്റ്റ് റെഡിയാക്കുന്നതിനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വേറൊരു കുക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. ഇതിലേക്ക് ഇനി 4 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇനി നന്നായി ചതച്ചെടുത്ത ഇഞ്ചി 1 ടേബിൾ സ്പൂൺ,
അതുപോലെ വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ. ഇനി 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തത്. നമ്മൾക്കിനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്കിനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. നമ്മൾക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ബീഫ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്കായ ചതച്ചെടുത്തത് ചേർക്കാം. 1 കഷ്ണം കറുവാപ്പട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ചത്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ബീഫ് റോസ്റ്റിന് നല്ലൊരു കളറും കുറച്ച് എരിവും കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം കൂടി നമ്മൾക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാം. ഇനി നമ്മളുടെ മെയിൻ ഐറ്റമായ ബീഫ് ചേർക്കാം. അപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്ത ബീഫ് ഇവിടെ റെഡിയാണ്. നമ്മൾക്ക് ഈ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ജാതിപത്രി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പച്ചമുളക് 7 നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റൈസിന്റെ കൂടെയും അതുപോലെ പൊറോട്ട, ചപ്പാത്തി, ബട്ടർ നാൻ ഇവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. ഞാനിതൊന്ന് ക്ലോസപ്പിൽ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയും കൂടുതൽ UK വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.